പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ 8-ാം വീഡിയോയിൽ 3-ാം അധ്യായത്തിലെ 11-ാം ഭാഗത്തിൽ നീതിയുടെ വിവരണമാണുള്ളത്. വിവാഹിതനായ പുരുഷന് നീതിപൂർവകമായ ആശയവിനിമയം പിന്തുടരുന്നതിൻ്റെ പ്രാധാന്യം അറിയാം. ദമ്പതികൾക്ക് വിവാഹജീവിതം പ്രസവിക്കുകയും അടുത്ത തലമുറയെ വളർത്തുകയും ചെയ്യുന്ന ഒരു തപസ് പോലെയാണ്. വിവാഹിതനായ പുരുഷൻ അതിരാവിലെ എഴുന്നേറ്റ് മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നീതിപൂർവകമായ ആശയവിനിമയം പിന്തുടരാൻ അത് അദ്ദേഹത്തെ സഹായിക്കുന്നു. വീട്ടിൽ നിന്ന് അകലെയുള്ള പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയുടെ വിളിക്ക് അദ്ദേഹം ചെവി കൊടുക്കണം. കൈ കഴുകുവാനുള്ള ഏറ്റവും നല്ല ഉപായമായി മണ്ണിനെ കണക്കാക്കുന്നു. അതിനുശേഷം ശരീരം ശുദ്ധീകരിക്കണം. തുടർന്ന് ഋഷിമാർക്കും ദേവന്മാർക്കും മരിച്ചുപോയ പൂർവികർക്കും അദ്ദേഹം പുതുവസ്ത്രം ധരിച്ച് വഴിപാടുകൾ അർപ്പിക്കണം. തുടർന്ന് സൂര്യന് വഴിപാടുകൾ അർപ്പിക്കുക. രക്ഷാധികാരിയായ ദേവന്മാരെയും മറ്റു ദേവതകളെയും ആരാധിക്കുക. വീട്ടിൽ കന്നുകാലികൾ ഉണ്ടെങ്കിൽ കുടുംബനാഥൻ തന്നെ അവയെ കറന്ന് അതിഥിയെ കാത്തിരിക്കണം. അതിഥി വന്നാൽ കുടുംബനാഥൻ അയാൾക്ക് മാന്യമായ ഒരു ഇരിപ്പിടവും രുചികരമായ ഭക്ഷണവും നൽകുകയും മനോഹരമായി സംവദിക്കുകയും ചെയ്യണം. ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു അതിഥിയെ ഒരു ദേവതയ്ക്ക് തുല്യമായി കണക്കാക്കുന്നു. അതിഥിക്ക് ഭക്ഷണം നൽകിയതിനു ശേഷം മാത്രമേ അയാൾ ഭക്ഷണം കഴിക്കാവൂ. വിവാഹിതനായ പുരുഷന് വൈകുന്നേരങ്ങളിൽ വിപുലമായ ആചാരങ്ങളുണ്ട്. ഒന്നാമതായി, ദൈനംദിന ജോലികൾ പൂർത്തിയാക്കിയ ശേഷം വിവാഹിതനായ പുരുഷൻ ശാന്തമായ മനസ്സോടെ ആരാധന നടത്തണം. വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിച്ച് ഒരു മരക്കെട്ടിലിൽ വിശ്രമിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണ്. രാത്രി സമയം ജഡിക സുഖം ആസ്വദിക്കാൻ അനുയോജ്യമായ സമയമായി കണക്കാക്കപ്പെടുന്നു. ഒരു വിവാഹിതനായ പുരുഷൻ തൻ്റെ പത്നിയുമായി മാത്രമേ അടുപ്പം ആസ്വദിക്കാവൂ. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 12-ാം ഭാഗത്തിൽ ജനന മരണാനന്തര വിശുദ്ധീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭൂമിയിലെ ജീവിതം അനന്തമായ സമുദ്രം പോലെയാണ്. അതിൽ ജനനം ഒരു കുമിള പോലെ കാണപ്പെടുന്നു. മരണം എന്നത് ആ കുമിള പൊട്ടി പിന്നീടത് ഇല്ലാതാകുന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു വീട്ടിൽ ജനനമോ മരണമോ സംഭവിക്കുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷം മലിനമാകുമെന്ന് പറയപ്പെടുന്നു. ഈ 2 അവസരങ്ങളിലും വ്യത്യസ്തമായ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഒരു മകൻ ജനിച്ചതിന് ശേഷം പിതാവ് കുളിച്ച് ദേവന്മാരെയും പൂർവികരെയും പ്രീതിപ്പെടുത്തുന്നതിനായി വഴിപാടുകൾ അർപ്പിക്കണം. ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ അടുത്ത ബന്ധുക്കൾ കുളിച്ച് പൂക്കളും മാലകളും കൊണ്ട് അലങ്കരിച്ച മൃതദേഹം ഗ്രാമത്തിന് പുറത്തോ വ്യക്തമായി വേർതിരിച്ച ശ്മശാന സ്ഥലത്തോ കൊണ്ടുപോകണം. മരിച്ചയാളുടെ മതപാരമ്പര്യമനുസരിച്ച് മൃതദേഹം ഒന്നുകിൽ അഗ്നിയിൽ അർപ്പിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യണം. തുടർന്ന് ബന്ധുക്കൾ വീണ്ടും തെക്കോട്ട് ദർശനമായി കുളത്തിലോ നദിയിലോ കുളിച്ച് മരിച്ച വ്യക്തിക്ക് ജലസമൃദ്ധമായ വഴിപാടുകൾ അർപ്പിക്കണം. അന്നു മുതൽ 10 ദിവസത്തേക്ക് പിണ്ടദാനം, അതായത് സൂചി, ഗോതമ്പ് മാവ്, എള്ള്, ശർക്കര, തേൻ എന്നിവ കൊണ്ട് നിർമ്മിച്ച മധുര പലഹാരങ്ങൾ സമർപ്പിക്കൽ നടത്തണം. ശവസംസ്കാരത്തിൻ്റെ 4-ാം ദിവസം ഭസ്മം ശേഖരിച്ച് പുണ്യസ്ഥലങ്ങളിൽ നിമജ്ജനം ചെയ്യണം. ശവസംസ്കാരം നടത്തിയ വ്യക്തി 13 ദിവസത്തേക്ക് എല്ലാ ബന്ധബന്ധനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. മരണം സംഭവിച്ച അത്തരം വീട്ടിൽ നിന്നുള്ള ധാന്യങ്ങൾ പുറത്തു നിന്നുള്ളവർക്ക് കഴിക്കുന്നതും വിലക്കുണ്ട്. ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് ഈ വിശുദ്ധ കാലയളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണർക്ക് ഇത് 10 ദിവസമാണ്, ക്ഷത്രിയർക്ക് ഇത് 12 ദിവസമാണ്, വൈശ്യർക്ക് 15 ദിവസവും ശൂദ്രർക്ക് ഒരു മാസവുമായി നിശ്ചയിച്ചിട്ടുണ്ട്. തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും ഒരു വർഷത്തേക്ക് അതേ ദിവസം മരിച്ചവർക്ക് വഴിപാടുകൾ അർപ്പിക്കണം. പ്രിയരെ, 13-ാം ഭാഗത്തിൽ ക്രിയകൾ മാസം തോറും നടത്തുവാൻ അനുയോജ്യമായ ദിവസങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മനുഷ്യർ, ബ്രഹ്മാവ്, ഇന്ദ്രൻ, രുദ്രൻ, അശ്വിനി കുമാരന്മാർ, സൂര്യൻ, അഗ്നി, വസുഗണങ്ങൾ, മരുതഗണങ്ങൾ, വിശ്വദേവൻ, മാതൃഗണങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഉരകങ്ങൾ, ഋഷിമാർ, മരിച്ച പൂർവികർ എന്നിവരുൾപ്പെടെ മുഴുവൻ ലോകത്തെയും ഭക്തിപൂർവം അനുഷ്ഠിക്കുന്ന ആചാരമാണ് ശ്രാദ്ധം. ചന്ദ്രനില്ലാത്ത ദിവസവും എല്ലാ ചാന്ദ്രമാസത്തിലെയും ഇരുണ്ട കാലഘട്ടത്തിലെ 8-ാം ദിവസവും മരിച്ച പൂർവികർക്ക് വഴിപാടുകൾ അർപ്പിക്കാൻ ഏറ്റവും നല്ല ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഈ 2 ദിവസത്തേക്ക് പുറമെ വൈശാഖ മാസത്തിലെ, അതായത് മേടമാസത്തിലെ തിളക്കമുള്ള ദിശയിലെ 3-ാം ദിവസവും, കാർത്തിക, അതായത് തുലാം മാസത്തിലെ തിളക്കമുള്ള 9-ാം ദിവസവും, ഭദ്രപാദം, അതായത് ചിങ്ങമാസത്തിലെ 13-ാം ദിവസവും, മാഘ, അതായത് മകരമാസത്തിലെ അമാവാസി എന്നിവയും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ചന്ദ്രഗ്രഹണ സമയത്തും സൂര്യഗ്രഹണ സമയത്തും എള്ളും വെള്ളവും ഉപയോഗിച്ച് വഴിപാടുകൾ നടത്തണം. മാഘ, അതായത് മകരമാസത്തിലെ അമാവാസിയിൽ ശതഭിക്ഷ നക്ഷത്രം സംഭവിക്കുകയാണെങ്കിൽ മരിച്ച പൂർവികർക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നതിനുള്ള മികച്ച സംയോജനമായി ഇതിനെ കണക്കാക്കുന്നു. വഴിപാടുകൾ നടത്തുമ്പോൾ ഗംഗ, സത്ലജ്, യമുന, വിപാശ, സരസ്വതി, ഗോമതി, ഗോദാവരി തുടങ്ങിയ നദികളിൽ കുളിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. വഴിപാടുകൾ നടത്തുമ്പോൾ വലിയ ആഡംബരവും പ്രകടനവും കാണിക്കേണ്ടതില്ല.
വഴിപാടുകൾ ശരിയായി അർപ്പിക്കാൻ ആവശ്യത്തിന് പണമില്ലെങ്കിൽ തനിക്ക് സമ്പത്ത് ലഭിക്കാൻ ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് സൂര്യനെ പ്രാർത്ഥിക്കാം. അതിനാൽ അവൻ്റെ പൂർവികർ അവൻ്റെ ഭക്തി കൊണ്ട് മാത്രം സന്തോഷിക്കും. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 14-ാം ഭാഗത്തിൽ വഴിപാടുകൾക്കുള്ള രീതിയെക്കുറിച്ച് വിവരിക്കുന്നു. മരിച്ചുപോയ പൂർവികർക്ക് വഴിപാടുകൾ അർപ്പിക്കുമ്പോൾ അടുത്തവർക്കും പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന പണ്ഡിത ബ്രാഹ്മണർക്കും ഭക്ഷണം നൽകണം. വഴിപാടിൽ ഭക്ഷണം കഴിച്ചവർക്ക് സ്ത്രീകളുമായുള്ള അടുപ്പം നിഷിദ്ധമാണ്. അപ്രതീക്ഷിതമായും ക്ഷണിക്കപ്പെടാതെയും എത്തുന്ന ഏതൊരു അതിഥിയെയും നന്നായി പരിഗണിക്കണം. ഭക്ഷണം നൽകുന്നതിന് മുൻപ് ആഗ്നേയ കാവ്യവാഹനായ സ്വാഹ, സോമായ പിതൃമതേ സ്വാഹ, വൈവസ്വധാവായ സ്വാഹ എന്നീ സ്തുതികൾ ചൊല്ലിക്കൊണ്ട് 3 തവണ അഗ്നിയിൽ ധാന്യങ്ങൾ സമർപ്പിക്കണം. ശേഷിക്കുന്ന ധാന്യങ്ങൾ ബ്രാഹ്മണർക്ക് ഭക്ഷണത്തോടൊപ്പം വിളമ്പണം. അതിൽ ചില ഭാഗങ്ങൾ മണ്ണിൽ വെച്ച് അവയിൽ വെള്ളം അർപ്പിക്കണം. വിരുന്നിന് ശേഷം ബ്രാഹ്മണരെ ബഹുമാനത്തോടെ യാത്രയാക്കണം. തുടർന്ന് അതിഥേയൻ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കണം. ബലി സമയത്ത് അത്യധികം ദേഷ്യപ്പെടുന്നതും തെരുവിലൂടെ നടക്കുന്നതും അതിഥേയർക്ക് നിഷിദ്ധമാണ്. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 14-ാം ഭാഗത്തിൽ വഴിപാട് സമയത്ത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചും വിസ്തരിക്കുന്നു. മത്സ്യം, മുയൽ, കീരി, പന്നി, മാൻ, ആട്ടുകൊറ്റൻ എന്നിവയുടെ മാംസം കൊണ്ടും ധാന്യങ്ങൾ കൊണ്ടും വഴിപാടുകൾ നടത്തുന്നത് പൂർവികർക്ക് അങ്ങേയറ്റത്തെ സംതൃപ്തി നൽകുന്നു. എന്നാൽ ആധുനിക കലിയുഗത്തിൽ എല്ലാത്തരം മാംസവും വഴിപാട് ചടങ്ങുകളിൽ നിരോധിച്ചിരിക്കുന്നു. ധാന്യങ്ങൾ, പാൽ, തേൻ മുതലായവ മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. ഇന്നത്തെ ബീഹാറിലെ ഒരു തീർത്ഥാടന കേന്ദ്രമായ ഗയയിൽ വഴിപാട് അർപ്പിക്കുന്നത് എല്ലാ പൂർവികർക്കും രക്ഷ നൽകുമെന്ന് പറയപ്പെടുന്നു. ബാർലി, ഗോതമ്പ്, അരി, എള്ള്, പയർ, കടുക് എന്നിവയാണ് വഴിപാടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ധാന്യങ്ങളും പൊടിയും. വഴിപാട് അർപ്പണം ഒരു പുണ്യകർമ്മമാണ്. ഈ പ്രക്രിയയിൽ ഒരു ഷണ്ടൻ, ചണ്ഡാളൻ, പാപികൾ, വഞ്ചകർ, രോഗികൾ, കോഴി, നായ, നഗ്നനായ വ്യക്തി, കുരങ്ങൻ, പന്നികൾ, ആർത്തവമുള്ള ഒരു സ്ത്രീ, വീട്ടിൽ മരണമോ ജനനമോ സംഭവിച്ച ആരെങ്കിലും എന്നിവർ ആരാധകനെ കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാത്തപക്ഷം ദേവതകളോ പൂർവികരോ വഴിപാടുകൾ സ്വീകരിക്കില്ല. വഴിപാടിൽ ഉപയോഗിക്കുന്ന വെള്ളം ദുർഗന്ധവും നിരയും ഇല്ലാത്തതായിരിക്കണം. ഒട്ടകം, ആട്, മാൻ, എരുമ എന്നിവയുടെ പാൽ വഴിപാടുകളിൽ ഉപയോഗിക്കരുത്. ആചാരം ആരംഭിക്കുന്നതിന് മുൻപ് തിരഞ്ഞെടുത്ത ഭൂമിയിൽ നിന്ന് ദുരാത്മാക്കളെ പുറത്താക്കണം. ചുറ്റുപാടുകളുടെ ബാഹ്യ സാന്നിധ്യത്തിൽ നിന്ന് അതിനെ വിച്ഛേദിക്കണം. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 16-ാം ഭാഗത്തിൽ ദേവന്മാരുടെയും അസുരന്മാരുടെയും യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഋഗ്വേദം, സാമവേദം, യജുർവേദം എന്നിവ ഹിന്ദുമതത്തിൻ്റെ വസ്ത്രങ്ങൾ പോലെയാണ്. അവ ഉപേക്ഷിക്കുന്നവർ യഥാർത്ഥത്തിൽ നഗ്നരാണ്. ഈ പ്രസ്താവന എത്രത്തോളം ശരിയാണെന്നത് ഒരു കഥയിലൂടെ വിഷ്ണുപുരാണം വിവരിക്കുന്നു. ഒരിക്കൽ അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധം 100 വർഷത്തോളം നീണ്ടുനിന്നു. ആ കാലഘട്ടത്തിൻ്റെ അവസാനം അസുരന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തി. അപമാനിതരായ ദേവന്മാർ ക്ഷീരസാഗരത്തിൽ പോയി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു. അല്ലയോ ഭഗവാനെ, ബ്രഹ്മാവിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ബലവാന്മാരായ അസുരന്മാർ നമുക്ക് അർപ്പിക്കേണ്ട യാഗങ്ങൾ പോലും തട്ടിക്കൊണ്ടുപോയി. അസുരന്മാരുടെ ആക്രമണത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അവർ അവരുടെ മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ ഞങ്ങൾക്കവ നിറവേറ്റാൻ കഴിയില്ല. അസുരന്മാരെ നിഗ്രഹിക്കുവാനുള്ള ഒരു മാർഗം ദയവായി ഞങ്ങൾക്ക് കാണിച്ചു തരൂ. ദേവന്മാരുടെ അപേക്ഷ കേട്ട് ഭഗവാൻ വിഷ്ണു സ്വന്തം ശരീരത്തിൽ നിന്ന് മായാമോഹത്തെ സൃഷ്ടിച്ച് ദേവന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, മായാമോഹത്താൽ അസുരന്മാരുടെ മനസ്സിൽ മായ ഉണ്ടാകും. വേദങ്ങൾ കാണിച്ചു തന്ന പാത ലംഘിക്കാൻ ആ മായ അസുരന്മാരെ സ്വാധീനിക്കും. അതിനുശേഷം നിങ്ങൾക്കവരെ വധിക്കാം. ഇത്രയും ഒഴിഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. ദേവന്മാർ മായാമോഹത്തെ സ്വീകരിച്ച് അസുരന്മാരുടെ വാസസ്ഥലത്തെത്തി. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 17-ാം ഭാഗത്തിൽ അസുരന്മാരോടൊപ്പമുള്ള മായാമോഹത്തിൻ്റെ സംവാദമാണ് ഉൾക്കൊള്ളുന്നത്. മായാമോഹം നഗ്നമായ രൂപത്തിൽ ഉത്ഭവിച്ചു. അവൾ നർമ്മദാ നദീ തീരത്തെത്തി അവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന അസുരന്മാരെ കണ്ടു. നഗ്നിയായ മായാമോഹം അവരുടെ അടുത്തേക്ക് വന്ന് മധുരതരമായ സ്വരത്തിൽ ചോദിച്ചു, അല്ലയോ അസുരന്മാരെ, നിങ്ങളുടെ തപസ്സിൻ്റെ ഉദ്ദേശം എന്താണ്? അസുരന്മാർ മറുപടി പറഞ്ഞു, അതിഭൗതിക ലോകം കൈവരിക്കാനാണ് ഞങ്ങൾ തപസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മോക്ഷം വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. മോക്ഷത്തിലേക്കുള്ള തുറന്ന വാതിൽ പോലുള്ള മതത്തെ പിന്തുടരുക. അത്രയും മധുരതരമായ സംസാരത്തിലൂടെ മായാമോഹം അസുരന്മാരുടെ മനസ്സിനെ പ്രകാശിപ്പിക്കാൻ തുടങ്ങി. അവൾ അവരെ കൂടുതൽ ആശയക്കുഴപ്പത്തിൽ ആക്കുവാനും ശ്രമിച്ചു. അല്ലയോ അസുരന്മാരെ, നിങ്ങൾക്ക് മോക്ഷമോ സ്വർഗത്തിൽ പ്രവേശനമോ വേണമെങ്കിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നത് ഉപേക്ഷിച്ച് പ്രബുദ്ധത നേടുക. അക്രമമാണ് മതമാർഗമെന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. അഗ്നിയിൽ ബലിയർപ്പിക്കുന്നതും ബാലിശമാണ്. 100 കണക്കിന് മഹത്തായ യാഗങ്ങൾക്ക് ശേഷം ആ സ്ഥാനം നേടിയിട്ടും മരം ഭക്ഷിക്കാൻ നിർബന്ധിതനായ ഇന്ദ്രനേക്കാൾ നല്ലത് പച്ചപ്പുല്ല് തിന്നുന്ന ഒരു മൃഗമാണ് പോലും.
യാഗത്തിൽ ബലി അർപ്പിക്കപ്പെടുന്ന ഒരു മൃഗം സ്വർഗം നേടിയാൽ യാഗം നടത്തുന്നയാൾ സ്വന്തം പിതാവിനെ കൊല്ലുമായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള രസകരമായ സംഭാഷണത്തിലൂടെ മായാമോഹം അസുരന്മാരെ അവരുടെ നീതിമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അതുമൂലം അവർക്ക് വേദങ്ങളോടുള്ള താൽപ്പര്യം നഷ്ടപ്പെട്ടു. ആ അവസരം സംജാതമായപ്പോൾ പൂർണ്ണ തയ്യാറെടുപ്പുകളോടെ ദേവന്മാർ അസുരന്മാരെ ആക്രമിച്ചു. ഒടുവിൽ നിരവധി അസുരന്മാർ കൊല്ലപ്പെട്ടു. എന്നാൽ ആ പോരാട്ടത്തിൽ അവശേഷിച്ചവർ വേദോപദേശങ്ങൾ പിന്തുടരാത്തതിനാൽ നഗ്നരായി അറിയപ്പെടുന്നു. അങ്ങനെ ജീവിതത്തിൽ വേദോപദേശങ്ങൾ പാലിക്കാത്ത ഏതൊരാളും നഗ്നനായി അറിയപ്പെടുന്നു. ഗൃഹസ്ഥാശ്രമം പൂർത്തിയാക്കിയതിനു ശേഷം വാനപ്രസ്ഥത്തിലോ സന്യാസത്തിലോ ഏർപ്പെടാത്തവർ നഗ്നരാണ്. അതിനായി വിഷ്ണുപുരാണം ഒരു കഥ വിവരിക്കുന്നു. ശതധനുവിൻ്റെ കഥയാണത്. പുരാതന കാലത്ത് ശതധനു എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായ ശൈവ്യ ഒരു നീതിമതിയായ സ്ത്രീയായിരുന്നു. രാജാവും രാജ്ഞിയും കഠിനമായ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് വിഷ്ണുവിനെ ആരാധിച്ചിരുന്നു. കാർത്തിക മാസത്തിലെ, അതായത് തുലാമാസത്തിലെ പൂർണ്ണചന്ദ്രദിനത്തിൽ ഗംഗാനദിയിൽ കുളി കഴിഞ്ഞ് ഇരുവരും കരയിലേക്ക് കയറിയപ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന ഒരു വഞ്ചകനായ ബ്രാഹ്മണനെ അവർ കണ്ടു. ആ ബ്രാഹ്മണൻ രാജാവിൻ്റെ ഗുരുവിൻ്റെ സുഹൃത്തായിരുന്നു. അതിനാൽ അദ്ദേഹം ബ്രാഹ്മണനോട് ബഹുമാനത്തോടുകൂടി പെരുമാറി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പവിത്രയായ പത്നി ബ്രാഹ്മണനോട് ഒരു ബഹുമാനവും പ്രകടിപ്പിച്ചില്ല. അവരുടെ സംസാരത്തിലുടനീളം മൗനം പാലിച്ചു. ഒരു വഞ്ചകനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പ്രായശ്ചിത്തമായവൾ സൂര്യനോട് പ്രാർത്ഥിച്ചു. കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം രാജാവും രാജ്ഞിയും ശരിയായ ആചാരങ്ങളോടെ വിഷ്ണുവിനെ ആരാധിക്കുന്നു. കാലക്രമേണ രാജാവ് മരിച്ചു. രാജ്ഞി സതി ആചരിച്ചു. ആരാധനയ്ക്കിടെ ഒരു വഞ്ചകനോട് സംസാരിച്ച പാപം ചെയ്തതിനാൽ അദ്ദേഹം ഒരു നായയുടെ രൂപത്തിൽ പുനർജനിച്ചു. അതേസമയം രാജ്ഞി ശൈവകാശി രാജാവിൻ്റെ മകളായി ജനിച്ചു. അവൾ അതീവ സുന്ദരിയായിരുന്നു. തൻ്റെ മുൻ ജന്മത്തെക്കുറിച്ച് അവൾക്ക് ജ്ഞാനവുമുണ്ടായിരുന്നു. അവളുടെ പിതാവ് അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ മുൻ ജന്മത്തിലെ ഭർത്താവ് വിദിഷയുടെ തെരുവുകളിലും ഇടവഴികളിലും നായയുടെ രൂപത്തിൽ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നതിനാൽ പിതാവിൻ്റെ അപേക്ഷ വിസമ്മതിച്ചു. കാശിയിലെ രാജകുമാരി വിദിഷയിലെത്തി നായ യഥാർത്ഥത്തിൽ രാജാവായ ശതധനുവാണെന്ന് കണ്ടെത്തി. അവൾ നായയ്ക്ക് രുചികരമായ ഭക്ഷണം നൽകി. അത് ഭക്ഷിച്ച നായ രാജകുമാരിയുടെ മുന്നിൽ വാലാട്ടി വിനയം കാണിക്കാൻ തുടങ്ങി. രാജകുമാരി നായയെ വന്ദിക്കുകയും കഴിഞ്ഞ ജന്മത്തിലെ തപസ്സിനിടെ ഒരു വഞ്ചകനോട് സംസാരിച്ചതിൻ്റെ പാപം മൂലമാണ് ഈ ജന്മത്തിൽ ഒരു നായയായി ജനിക്കേണ്ടി വന്നതെന്ന് വിവരിക്കുകയും ചെയ്തു. അങ്ങനെ രാജകുമാരി ഓർമ്മിപ്പിച്ചപ്പോൾ നായ തൻ്റെ മുൻജന്മത്തിലെ സംഭവങ്ങളെക്കുറിച്ച് വളരെ നേരം ചിന്തിച്ചു. അതിൽ ദുഃഖിതനായി പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്തേക്ക് പോയി നായ തൻ്റെ രൂപം ഉപേക്ഷിച്ചു. അടുത്ത ജന്മത്തിൽ രാജാവ് ഒരു കുറുക്കനായി ജനിച്ചു. വീണ്ടും രാജകുമാരി കുറുക്കൻ രാജാവായ ശതധനുവാണെന്ന് മനസ്സിലാക്കി. മുൻ ജന്മത്തിലെ വഞ്ചക ബ്രാഹ്മണനുമായുള്ള സംസാരം തുടർന്നോ എന്ന് അതിനോട് ചോദിച്ചു. അപ്പോഴാണ് ശതധനുവിന് തൻ്റെ തെറ്റ് മനസ്സിലായത്. അതിനാൽ അദ്ദേഹം മരണം വരെ ഉപവസിച്ചു. അടുത്ത ജന്മത്തിൽ ചെന്നായിയായി ജന്മം കൊണ്ടു. അപ്പോഴും രാജകുമാരി ചെന്നായിയെ കണ്ടെത്തി മുൻ ജന്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. രാജാവ് അടുത്ത ജന്മത്തിൽ കഴുകനായി, അതിനുശേഷം കാക്കയുടെ രൂപത്തിലും പിന്നീട് മയിലായും പുനർജനിച്ചു. ആ സമയത്ത് ജനകരാജാവ് ഒരു അശ്വമേധ യാഗം സംഘടിപ്പിക്കുകയായിരുന്നു. യാഗത്തിൽ മയിലിനെ രാജകുമാരി ആചാരപരമായി കുളിപ്പിക്കുന്നതിനിടെ രാജകുമാരി മയിലിനെ, അതായത് രാജാവ് ശതധനുവിൻ്റെ പുനർജന്മത്തിനെ അതിൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. പിന്നീട് മയിലും മരിച്ചു. ശതധനു രാജാവ് ജനകരാജാവിൻ്റെ മകനായി അടുത്ത ജന്മം സ്വീകരിച്ചു. ജനകരാജാവിൻ്റെ പുത്രൻ ജനിച്ചതിന് ശേഷമാണ് രാജകുമാരി തൻ്റെ പിതാവിനോട് സ്വയംവരം സംഘടിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. സ്വയംവരത്തിന് ജനകപുത്രനായ രാജകുമാരനും സംജാതനായി. രാജകുമാരി അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം തൻ്റെ ഭർത്താവായി സ്വീകരിച്ചു. പ്രിയരെ, വിഷ്ണുപുരാണത്തിൻ്റെ 4-ാം അധ്യായത്തിൽ 12 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. 4-ാം അധ്യായത്തിലെ 1-ാം ഭാഗത്തിൽ വൈവസ്വത മനുവിൻ്റെ വംശത്തിൻ്റെ വിവരണം നൽകുന്നു. വൈവസ്വത മനുവിൻ്റെ വംശം ബ്രഹ്മാവിൽ നിന്നും ഉത്ഭവിച്ചതാണ്. മുഴുവൻ സൃഷ്ടികൾക്കും ആദിമ കാരണമായ മഹാവിഷ്ണുവിൽ നിന്ന് ആദ്യമായി അവതരിച്ചത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൻ്റെ വലത് കൈവിരലിൽ നിന്നും ദക്ഷ പ്രജാപതി പ്രത്യക്ഷപ്പെട്ടു. ദക്ഷനിൽ നിന്ന് അതിഥിയും അതിഥിയിൽ നിന്ന് വിവസ്വാനും ജനിച്ചു. വിവസ്വാന്റെ പുത്രനാണ് മനു. ഇക്ഷ്വാക്കു, നൃഗൻ, ശരയതി, നരിഷന്ദൻ, പ്രംശു, നാഭാഗൻ, ദൃഷ്ടൻ, കരിഷൻ, ഋഷദ്രൻ എന്നിവരാണ് മനുവിൻ്റെ 10 പുത്രന്മാർ. ഒരു പുത്രനെ ലഭിക്കുവാനുള്ള ആഗ്രഹത്താൽ മനു മിത്രൻ, വരുണൻ എന്നീ ദേവന്മാരെ പ്രീതിപ്പെടുത്തുവാനായി ഒരു യാഗം സംഘടിപ്പിച്ചു. എന്നാൽ യാഗത്തിനിടെ ബലിയർപ്പണക്കാരൻ്റെ തെറ്റായ തീരുമാനം കാരണം ഇള എന്ന മകൾ ജനിച്ചു. എന്നാൽ മിത്രവരുണന്റെ കൃപയാൽ അവൾക്ക് പുരുഷരൂപവും സുദ്യുമ്നൻ എന്ന പേരും ലഭിക്കുന്നു. പിന്നീട് ശിവന്റെ കോപത്താൽ സുദ്യുമ്നൻ ഒരു സ്ത്രീയായി മാറി. സ്ത്രീ രൂപത്തിൽ സുദ്യുമ്നൻ ചന്ദ്രദേവന്റെ പുത്രനായ ബുദ്ധന്റെ ആശ്രമത്തിന് സമീപം ചുറ്റിത്തിരിയുമ്പോൾ
അവളുടെ സൗന്ദര്യം ബുദ്ധനെ മോഹിപ്പിച്ചു. അവരുടെ സംഗമത്തിൻ്റെ ഫലമായി പുരൂരവൻ എന്ന പുത്രൻ ജനിക്കുന്നു. പുരൂരവൻ്റെ ജനനത്തിന് ശേഷവും വീണ്ടും പുരുഷനാകുവാനുള്ള പ്രലോഭനം സുദ്യുമ്നന് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ പണ്ഡിതരായ ഋഷിമാർ സുദ്യുമ്നന് വേണ്ടിയുള്ള ഒരു യാഗം സംഘടിപ്പിക്കുകയും അവനെ വീണ്ടും ഒരു പുരുഷനാക്കി മാറ്റുകയും ചെയ്തു. പുരുഷ രൂപത്തിൽ സുദ്യുമ്നന് ഉത്കലൻ, ഗയൻ, വിനതൻ എന്നീ 3 പുത്രന്മാർ ജനിച്ചു. പുരൂരവൻ്റെ സന്തതികൾ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുകയും ക്ഷത്രിയ ജാതി നേടുകയും ചെയ്തു. മനുവിൻ്റെ പുത്രനായ പൃഷദ്രൻ തൻ്റെ ഗുരുവിൻ്റെ പശുവിനെ കൊന്നതിനാൽ ശൂദ്രനായി മാറി. മനുവിൻ്റെ മറ്റൊരു മകനായ കരുഷൻ അസാധാരണ ശക്തിയുള്ള ക്ഷത്രിയന്മാരായ കരുഷന്മാരെ ജനിപ്പിച്ചു. നാഭാഗൻ, ബാലബന്ധൻ, കീർത്തിമാൻ, വത്സപ്രീതി, പ്രാൻശു, പ്രജാപതി, കനിത്ര, ചക്ഷുഷൻ, വിംഭൻ, വിവിംബകൻ, ഗനിനേത്രൻ, അതിവിഭൂതി, കരന്തൻ, അവിക്ഷിതൻ, മരുതൻ എന്നിങ്ങനെ ദൃഷ്ടന്റെ വംശം വളർന്നു. മരുതിന് നരിഷന്തൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. നരിഷന്തന്റെ വംശപരമ്പര ഭാമൻ, രാജോർദ്ധനൻ, സവൃതി, കേവൽ, സകൃത്തി, നരൻ, ചന്ദ്രൻ, കേവലൻ, ബന്ധുമാൻ, വേഗവാൻ, ബുദ്ധൻ, തൃണബിന്ദു എന്നിങ്ങനെ വളർന്നു. തൃണബിന്ദുവിന് ഇളവിള എന്ന മകളും വിശാലൻ എന്ന മകനുമുണ്ടായിരുന്നു. വിശാലൻ പിന്നീട് വിശാല വംശം സ്ഥാപിച്ചു. വിശാലന്റെ വംശം ഹേമചന്ദ്രൻ, ചന്ദ്രൻ, ദുംരാക്ഷൻ, സൃഞ്ജൻ, സഹദേവൻ, കൃഷസ്വൻ, സോമദത്തൻ, ജനമേജയൻ, സുമതി എന്നിങ്ങനെ വളർന്നു. മനുവിൻ്റെ പുത്രനായ ശരായതിക്ക് ഒരു മകളുണ്ടായിരുന്നു. അവളെ ചവന മഹർഷി പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം കഴിച്ചു. ശരയതിയുടെ പുത്രനായിരുന്നു അനർത്ഥൻ. രൈവതൻ കുശസ്ഥലിയിൽ തലസ്ഥാനം സ്ഥാപിച്ച് ഭൂമിയിൽ തൻ്റെ രാജ്യം ഭരിച്ചു. രൈവതന് 100 പുത്രന്മാരുണ്ടായിരുന്നു. കുകുദ്മിയായിരുന്നു അവരിൽ മൂത്തയാൾ. അദ്ദേഹത്തിന് രേവതി എന്നൊരു മകളുണ്ട്. രൈവതൻ രേവതിയെ തന്നോടൊപ്പം കൂട്ടി ബ്രഹ്മാവിനെ സമീപിച്ചു. അവൾക്ക് അനുയോജ്യമായ ഒരു ഇണയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ആ സന്ദർഭത്തിൽ ഗന്ധർവന്മാർ ബ്രഹ്മാവിൻ്റെ അടുത്ത് പാടുകയായിരുന്നു. രൈവതൻ അവരുടെ പാട്ടുകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നതിനാൽ കാലത്തിൻ്റെ ഗതി മറന്നു. അങ്ങനെ പല യുഗങ്ങളും കടന്നുപോയി. എന്നാൽ രൈവതന് 1 മണിക്കൂർ മാത്രം കടന്നുപോയതായേ തോന്നിയുള്ളൂ. ഗന്ധർവന്മാർ ആലാപനം നിർത്തിയപ്പോൾ രൈവതൻ വീണ്ടും ബ്രഹ്മാവിനോട് രേവതിക്ക് അനുയോജ്യമായ ഒരു ഇണയെക്കുറിച്ച് ചോദിച്ചു. ആദ്യം ബ്രഹ്മാവ് അവൾക്കായുള്ള രൈവതൻ്റെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ചോദിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള നിരവധി യോഗ്യരായ രാജകുമാരന്മാരുടെയും രാജാക്കന്മാരുടെയും പേരുകൾ ബ്രഹ്മാവിന് മുൻപിൽ അദ്ദേഹം സമർപ്പിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പറഞ്ഞ വ്യക്തികളുടെ സന്തതി പരമ്പരകൾ പോലും ആരും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. കാരണം നിങ്ങൾ ഇവിടെ ഗന്ധർവ ഗീതങ്ങൾ കേട്ടുകൊണ്ട് 4 യുഗങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഭൂമിയിൽ 18-ാം മന്വന്തരം പോലും അവസാനിച്ച് കലിയുഗം ആരംഭിക്കാൻ പോകുന്നു. ആ വാക്കുകൾ രൈവതനെ ഭയപ്പെടുത്തി. അദ്ദേഹം ബ്രഹ്മാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, ഇനി പറയൂ, ഞാൻ രേവതിയെ ആർക്കാണ് വിവാഹം കഴിച്ച് നൽകേണ്ടത്? അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ജനിക്കാത്ത ആ സർവ്വവ്യാപിയായ പരമേശ്വരൻ ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ ഒരു അവതാരമെടുത്തു. രാജാവേ, ഇന്ദ്രന്റെ വാസസ്ഥലമായ അമരാവതിക്ക് തുല്യമായ കുശസ്ഥലിയിലെ നിങ്ങളുടെ തലസ്ഥാനം ഇപ്പോൾ ദ്വാരകപുരിയാണ്. ആ ദ്വാരകപുരിയിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭാഗമായ ബലദേവൻ വസിക്കുന്നു. ഈ മകളെ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക. കാരണം ഇവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു രത്നമാണ്. ബലദേവൻ ലോകമെമ്പാടും എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്നു. അതിനാൽ അദ്ദേഹം മാത്രമാണ് നിങ്ങളുടെ മരുമകനാകുവാൻ യോഗ്യൻ. ബ്രഹ്മാവിൻ്റെ വിധി കേട്ട് പ്രജാപതി രൈവതൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവിടെ ഉയരം കുറഞ്ഞവരും വിരൂപരും മന്ദബുദ്ധികളും ശക്തി ഇല്ലാത്തവരുമായ ആളുകളുടെ രൂപത്തിൽ അത്ഭുതകരമായ ഒരു പരിവർത്തനം സംഭവിച്ചതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ കുശസ്ഥലി പോലും പുതിയൊരു രൂപം കൈവരിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ ദ്വാരകാപുരി എന്നറിയപ്പെടുന്നു. രൈവതൻ ബലദേവനെ കണ്ടെത്തി തൻ്റെ ചെറുമകളായ രേവതിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു നൽകി. എന്നാൽ പ്രായവ്യത്യാസം കാരണം രേവതി ബലദേവനേക്കാൾ വലുതും ഉയരമുള്ളവളുമായി കാണപ്പെട്ടു. ബലദേവൻ കലപ്പയുടെ മുൻഭാഗം കൊണ്ട് അവളെ ചെറുതായി അമർത്തി. അതിനാൽ അവൾ സാധാരണ സ്ത്രീകൾക്ക് തുല്യമായ ഒരു ഉയരം സ്വീകരിച്ചു. രേവതിയെ ബലദേവന് വിവാഹം കഴിച്ചു നൽകിയതിനു ശേഷം രൈവതൻ തപസ്സനുഷ്ഠിക്കാൻ ഹിമാലയത്തിലേക്ക് പോയി. പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ 4-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിൽ ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൻ്റെ വിവരണം നൽകുന്നു. ഇക്ഷ്വാകുവിൻ്റെ വിശദീകരണം 9-ാമത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ നന്ദി, നമസ്കാരം.
പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.